ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് തേർഡ് പാർട്ടി റിമൂവൽ മെത്തേഡാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. അതിന് സമയം മാത്രമാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക, എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മന്ത്രാസുകൾ യൂസ് ചെയ്യാവുന്നതാണ്. മന്ത്രാസ് എന്ന് പറയുന്നത് ഒന്ന് ലോർഡ് ശിവ മന്ത്രിയാണ്, രണ്ടാമത്തത് കാമേശ്വർ ഗായത്രി മന്ത്രിയാണ്. ഈ രണ്ട് മന്ത്രാസും ഞാനിവിടെ കൊടുത്തേക്കാം. ഈ ലോർഡ് ശിവ മന്ത്രി യൂസ് ചെയ്യുന്നതിൽ നിങ്ങളുടെ ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് എനർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ, മീൻസ് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ റിമൂവ് ആയിട്ട് പോകും. ഇനി കാമേശ്വർ ഗായത്രി മന്ത്രിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് റിമൂവ് ആകും, അതുപോലെ നിങ്ങളുടെ ബോണ്ട് നല്ല രീതിക്ക് തന്നെ സ്ട്രെങ്തൻ ആകും. ഈ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സിംഗിൾ വേർഡ്സ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ന്യൂമറിക്കൽ കോഡ്സ് ആയിരിക്കും. ഈ ന്യൂമറിക്കൽ കോഡ്സ് എന്ന് പറയുന്നത് നമ്പറാണ്, അത് ഞാനിവിടെ കൊടുത്തേക്കാം. ഈ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ്, അതുപോലെ തന്നെ റിമൂവൽ എന്നൊക്കെയുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ സ്വിച്ച് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ന്യൂമറിക്കൽ കോഡ് യൂസ് ചെയ്യുമ്പം നമ്മളുടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അത് റിമൂവ് ആക്കുന്ന രീതിയിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് മെത്തേഡ്സും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എത്ര ഡേയ്സ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റൂം നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് പൂജാ റൂം ആയിരിക്കാം, ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഡിസയർ എന്താണോ, നിങ്ങളുടെ ആവശ്യം എന്താണോ, അത് നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് നല്ല രീതിക്ക് ആ ഒരു ചിന്തേനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസ് ആണ്. നിങ്ങളുടെ ഇടയിൽ നിന്നും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്നും തേർഡ് പാർട്ടി പൂർണ്ണമായും ഒഴിഞ്ഞു പോയതായിട്ട്, സമാധാനപൂർണ്ണമായി ഒഴിഞ്ഞു പോയതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പാണ് നിങ്ങൾ ഈ മന്ത്രാസ് അല്ലെങ്കിൽ സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്യേണ്ടത്. 108 പ്രാവശ്യമാണ് നിങ്ങളിത് പറയേണ്ടത്. ഒരു 5 to 10 മിനിറ്റ് ഒക്കെ എടുക്കത്തുള്ളൂ 108 പ്രാവശ്യം പറയാൻ വേണ്ടിയിട്ട്. 2 ദിവസം ഇങ്ങനെ ഇടപെട്ടിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഡെയിലി പറഞ്ഞാൽ അത്രയും നല്ലതാണ്. 21 ഡേയ്സ് ആണ് നിങ്ങളിത് ചെയ്യേണ്ടത്. 15 ഡേയ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 15 ഡേയ്സിൽ തന്നെ റിസൾട്ട് കിട്ടും. മെയിൻലി 21 ഡേയ്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു കൗണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് ക്രിസ്റ്റൽ മാല അല്ലെങ്കിൽ രുദ്രാക്ഷമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മോർണിംഗ് ടൈം അതുപോലെ തന്നെ ഈവനിങ് ടൈമാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഈവനിങ്ങിൽ നമ്മൾ പ്രെയർ ചെയ്യുന്ന ആ ഒരു ടൈം, ഓക്കെ, ആ ഒരു സമയം, അതുപോലെ തന്നെ മോർണിംഗിലും വളരെ നേരത്തെ ഉള്ളൊരു സമയം, ഈ സൂര്യനൊക്കെ ഉദിക്കുന്ന ആ ഒരു സമയമാണ് ബെറ്റർ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക ഒരു 21 ഡേയ്സ് ചെയ്താലാണ്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പോസിറ്റീവായിട്ട് എപ്പോഴും ചെയ്യുന്ന സമയത്ത് നെഗറ്റീവായിട്ട് തോട്ട്സിനെ ക്യാരി ചെയ്യാതിരിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തേർഡ് പാർട്ടി റിമൂവൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ സമയമില്ലാത്ത ആളുകളാണ്, നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഒരു പ്രൈവസി ഒന്നുമില്ല, അല്ലെങ്കിൽ ജോലി തിരക്ക് കാരണം ഇതിനൊരു ടൈം കണ്ടെത്താൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ്, വന്നിട്ടും നിങ്ങൾ വളരെ തേർഡ് പാർട്ടീനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക.